അരുൺ, ഏറ്റവും ഒടുവിലായി അറിയുന്ന റിപ്പോർട്ടുകളും അപ്രകാരം തന്നെയാണ്. ശക്തമായ മഴയാണ് അവിടെ പെയ്യുന്നത്. അതിനാൽ നാവികസേനയ്ക്ക് തിരച്ചിൽ നടത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട്. അങ്ങേയറ്റം പ്രതികൂല കാലാവസ്ഥയാണ്. അതുതന്നെയാണ് ഇത്രയധികം ദിവസങ്ങളിലേക്ക് നീണ്ടുനിന്ന ഈ തിരച്ചിലിലേക്കും നീങ്ങിയത്. തീർച്ചയായും ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ അത്ര വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഈ പുഴയിലേക്കുള്ള ഒരു തിരച്ചിൽ നമുക്കറിയാം. ഈ കൃത്യമായ രീതിയിലേക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു കുത്തൊഴുക്കാണ്. രൗദ്രഭാവത്തോടെ ഗംഗാവലി പുഴ കലങ്ങി മറിഞ്ഞ് ഒഴുകുകയാണ്. ഇവിടെ തന്നെയാണ് ഈ ഒരു പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അടിത്തട്ടിലേക്ക് അത് കൃത്യമായി സിഗ്നൽ ലഭിച്ച പ്രകാരം 15 അടി താഴെയാണ് ഈ ഒരു ട്രക്കിന്റെ ഒരു സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. അവിടേക്ക് എത്തി ഈ ചെളിയും അതോടൊപ്പം തന്നെ മറ്റ് മുകളിൽ കിടക്കുന്ന കല്ലുകളും ഒക്കെ തന്നെ മാറ്റി ഈ ലോറി പുറത്തെടുക്കുക എന്നത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു വലിയ പ്രതിസന്ധി ഇവിടെ രക്ഷാ ദൗത്യത്തിന് അല്ലെങ്കിൽ രക്ഷാ സംഘത്തിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രതികൂലമായ കാലാവസ്ഥയും അതിജീവിച്ചുകൊണ്ട് അർജുന്റെ ജീവന് വേണ്ടിയുള്ള ഒരു നിർണായകമായ ഒരു തിരച്ചിൽ ഏറ്റവും അവസാന മണിക്കൂറുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാത്രി വൈകിയും ഇന്ന് രക്ഷാ ദൗത്യം തുടരാൻ തന്നെയാണ് തീരുമാനം. കാരണം അത്ര നിർണായകമായ ഒരു വിവരങ്ങൾ തന്നെയാണ് ഇന്ന് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ ലോറി പുറത്തെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കെല്ലാം തന്നെ പോകും എന്നുള്ള. ശരി അരുൺ, തുടരുക. ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, അങ്ങേയറ്റം പ്രതികൂലമായ കാലാവസ്ഥയിലും തിരച്ചിൽ തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശക്തമായ മഴ അവിടെ പെയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ കിട്ടിയ സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ ട്രക്കിന്റെ ഭാഗങ്ങൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് അർജുൻ്റേതാണ് എന്നുള്ള ഏറെക്കുറെ നിഗമനത്തിലാണ് ഇപ്പോൾ രക്ഷാദൗത്യവും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവിടെ ഏതു രീതിയിലുള്ള തിരച്ചിലാണ് ഊർജിതമായി പുരോഗമിക്കുന്നത്? എന്തായാലും ആ സ്ഥലത്തെ മണ്ണ് പ്രധാനമായി മാറ്റുകയാണ് ഈ ദൗത്യ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. കാരണം ആ പ്രദേശത്താണ്, ലക്ഷ്മണന്റെ കടയിരുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ ഈ ലോറി താഴ്ന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ നിന്നാണ് ഈ സിഗ്നൽ 2 തവണ ലഭിച്ചത്. അത് ഇന്നലെ റഡാറിലൂടെയും അതോടൊപ്പം തന്നെ സോണാറിലൂടെയും ലഭിച്ചിരുന്നു. ആ സിഗ്നൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്തി കൂടുതൽ പരിശോധന നടത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. അത് അർജുന്റെ വാഹനമാണെന്ന് പലതവണ ആവർത്തിച്ച് തന്നെ ഈ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ ഏറ്റവും വേഗത്തിൽ തന്നെ ആ ട്രക്ക് പുറത്തെടുക്കുകയാണ് നിലവിൽ ദൗത്യ സംഘത്തിന്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഈ മണ്ണ് മാറ്റുന്നതിനിടയിൽ തന്നെ ഈ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ആ സമീപത്തെത്തി പരിശോധന നടത്താൻ ശ്രമിച്ചിരുന്നു. അപ്പോഴാണ് ശക്തമായ മഴയുണ്ടായത്. ആ പശ്ചാത്തലത്തിൽ അവർ വീണ്ടും പിന്മാറിയിട്ടുണ്ട്. അവിടെ നിന്നും വീണ്ടും ആ പ്രദേശത്ത് കൂടുതൽ മണ്ണ് മാറ്റാനുള്ള ശ്രമവുമായാണ് അവർ ദൗത്യസംഘം മുന്നോട്ട് പോകുന്നത്. കൂടുതൽ മണ്ണ് മാറ്റും തോറും ഇത്തരത്തിൽ ഈ ലോറി കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 9 ദിവസമായുള്ള തിരച്ചിൽ അവസാന നിമിഷങ്ങളിലാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ആ ഉറപ്പായി തന്നെ ആ ലോറി കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ വേഗത്തിൽ മണ്ണ് മാറ്റി അർജുനെ പുറത്തെത്തിക്കുകയാണ് നിലവിൽ ദൗത്യ സംഘത്തിന്റെ പ്രധാന കടമ. അവിടെ നിലവിൽ അർജുന്റെ ബന്ധുവായ ജിതിൻ ഉൾപ്പെടെയുള്ളവർ ആ പ്രദേശത്തുണ്ട്. അവരൊന്നും ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവർ ഈ സൈനികർ എത്തിയതിനു ശേഷം തന്നെ 2 ദിവസമായി വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. കാരണം ഈ പ്രദേശത്ത് നിന്നും അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെ തുടക്കത്തിൽ ഈ കരഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു വലിയ തിരച്ചിലുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ആ മണ്ണ് പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞിട്ടും ഈ ലോറി മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ പശ്ചാത്തലത്തിലാണ് നിലവിൽ ആ കടയ്ക്ക് സമീപം ഈ ലോറി താഴ്ന്നതായി സംശയം പ്രകടിപ്പിച്ച് വിവിധ ആൾക്കാർ രംഗത്തെത്തിയത്. പിന്നീട് അവിടെ പരിശോധന നടത്തിയപ്പോഴാണ് റഡാറിൽ ഉൾപ്പെടെ ഈ സിഗ്നൽ തെളിഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ ശക്തമായ തിരച്ചിലാണ് നടത്തിവരുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. എം.എൽ.എ ഉൾപ്പെടെയുള്ളവർ, കാരണം മഞ്ചേശ്വരം എം.എൽ.എ അതോടൊപ്പം തന്നെ കാർവാർ എം.എൽ.എ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ദൗത്യസംഘം. ഉടൻ തന്നെ ഇത്തരത്തിൽ ഈ ലോറി കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ. പക്ഷേ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ശക്തമായ മഴയും കാറ്റും ഇതിനെ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. എന്നാലും അവർ പരമാവധി ആ സ്ഥലത്ത് നിന്ന് മണ്ണ് മാറ്റാൻ ശ്രമിക്കുന്നു. ഈ ഭൂമിയിലെ മണ്ണ്, പുഴയിലെ മണ്ണ് മുകളിലേക്ക് മാറ്റുകയും അത് അവിടെ നിന്ന് അതിവേഗം മാറ്റി ലോറിയിൽ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ, ഒരു അരമണിക്കൂറിനകം തന്നെ ഇതിലെ പകുതിയിലധികം മണ്ണ് മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കാരണം നിലവിൽ 15 അടി
അടിയിലധികം ഭൂമി താഴ്ചയിലേക്കാണ് ഈ വാഹനത്തിന്റെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ വളരെ വേഗത്തിൽ ആ പ്രദേശത്ത് നിന്ന് മണ്ണ് മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പകുതിയിലധികം മണ്ണ് എന്തായാലും 1 മണിക്കൂറിനകം തന്നെ മാറ്റി ഈ അർജുന്റെ ലോറി കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ. അതെ, ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ ഊർജിതമായി തന്നെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. എന്തായാലും ഉറ്റവരുടെ കാത്തിരിപ്പിന് ഒരു വിരാമം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് തന്നെ കരുതാമോ? കാരണം പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. നേരം സന്ധ്യയോടടുക്കുകയാണ്, ഇനി ഇരുട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ ഏതു രീതിയിലുള്ള തിരച്ചിൽ തന്നെയാണ് ഊർജിതമാക്കിയിരിക്കുന്നത്. സമയം കൃത്യമായി ക്രമീകരിച്ച് ഒരു പട്ടിക തയ്യാറാക്കിക്കൊണ്ട് ഇന്ന സമയത്തിനുള്ളിൽ ഇത്രയധികം മണ്ണ് നീക്കം ചെയ്യണം എന്നുള്ള ഒരു അവലോകനത്തിൽ തന്നെയാണോ? ഇതൊക്കെ ഏകോപിപ്പിക്കുന്നതിനായി ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ടോ? ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. കാരണം തുടക്കത്തിൽ വലിയ വീഴ്ചകൾ ആരോപിച്ചിരുന്നു. കാരണം ഈ പരാതി കിട്ടിയിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്താൻ തയ്യാറായില്ല എന്ന വലിയ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് നിലവിൽ എം.എൽ.എ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി നേരിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. എന്തായാലും എം.എൽ.എ ആയിരുന്നു ഇന്ന് ഉച്ചയോടെ തന്നെ ഇടപെടലിലൂടെ ഇത്തരം യന്ത്രങ്ങൾ ഈ സ്ഥലത്ത് എത്തിച്ചിരുന്നു. ആ യന്ത്രങ്ങളുടെ പ്രയോജനമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. കാരണം വളരെ വേഗത്തിൽ ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് മാറ്റാൻ കഴിഞ്ഞു. ആ മണ്ണ് മാറ്റി റഡാറിലൂടെ അവിടെ പരിശോധിച്ചപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഈ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ലോറിയാണോ എന്ന് നിലവിൽ വിവിധ സംവിധാനങ്ങൾ സ്ഥിരീകരിക്കുമ്പോഴും സൈനികരുടെ ഭാഗത്തു നിന്നും ഇതിനൊരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും സൈനികരുടെ ഭാഗത്തു നിന്നും വ്യക്തത വന്നാൽ മാത്രമേ ഇത് കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. കാരണം അവസാനം ഈ 3 മണിയോടെയായിരുന്നു സൈനികർ പുതിയ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. അത് നാവികസേനയുടെ ചിത്രങ്ങളായിരുന്നു പുറത്തുവിട്ടത്. അവർ ഇത്തരത്തിൽ ലോറിക്ക് സമാനമായ ഒരു വലിയ വസ്തു ആ പ്രദേശത്ത് നിന്നും കണ്ടെത്തിയതായി പറഞ്ഞിരുന്നു. പക്ഷെ അത് അർജുന്റെ ലോറിയാണെന്ന് സ്ഥിരീകരിക്കാൻ നിലവിൽ സൈനികർ തയ്യാറായിട്ടില്ല. മറിച്ച് ഈ മന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥർ കാർവാറിലെ SP ഉൾപ്പെടെയുള്ളവർ നിലവിൽ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് അർജുന്റെ ലോറിയായി തന്നെ അവർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പക്ഷെ സൈനികർ ഇത്രയും സമയമായിട്ടും അവർ അവരുടെ ജോലിയിലാണ്. അവർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. എന്തായാലും 9 ദിവസമായി കേരളം കാത്തിരുന്ന വാർത്ത അല്പസമയത്തിനകം തന്നെ എത്തുമെന്ന പ്രതീക്ഷയിലാണ്. കാരണം ഇനി 10 മീറ്ററോളം മണ്ണ് മാത്രമേ മാറ്റാൻ ഉള്ളൂ എന്നാണ് അവസാനം ലഭിക്കുന്ന വിവരം. ശരി ശ്രീജിത്ത്, തത്സമയ വിവരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം. അരുണിലേക്ക് കൂടി പോവുകയാണ്. അരുൺ, 9 നാൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് നമുക്ക് ഈ ഒരു ശുഭകരമായ വാർത്ത വന്നിരിക്കുന്നത്. ട്രക്കിൻ്റേത് എന്ന് സംശയിക്കത്തക്ക ഭാഗങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കണ്ടെത്തിയിരിക്കുന്നത്. അത് അർജുൻ്റെ ട്രക്ക് തന്നെയാണ് എന്നാണ് കർണാടക ജില്ലാ പോലീസ് മേധാവിയും MLAയും വ്യക്തമാക്കുന്നത്. തുടർന്നും ഇപ്പോൾ തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുകയാണ്. എന്തായാലും വീട്ടുകാരുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു സൈന്യം രംഗത്തെത്തണം എന്നുള്ളത്. അത് അവർ മാധ്യമപ്രവർത്തകരോടക്കം ആദ്യ ദിവസങ്ങളിൽ തന്നെ അറിയിച്ചതാണ്. എന്തായാലും സൈന്യത്തിൻ്റെ ആ വരവോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ ഊർജിതമായത്. അവരുടെ അത്യാധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ തന്നെയാണ് ഇത്ര പെട്ടെന്ന് നമുക്കിത് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇതിലേക്ക് നയിച്ചിരുന്നു എങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അർജുൻ്റെ ട്രക്ക് കിട്ടുമായിരുന്നു എന്നുള്ള നിഗമനത്തിൽ തന്നെ എത്തേണ്ടിയിരിക്കുന്നു. തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾക്ക് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആ തുടക്ക സമയങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ടാക്കിയിരുന്നു. കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറംലോകം അറിയാതിരിക്കാനുള്ള ഒരു ശ്രമങ്ങൾ അടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്നു. എന്തായാലും ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ ഈ പ്രദേശം മുന്നോട്ട് പോകുന്നത്. കാരണം ശക്തമായ ഒരു മഴ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ കാറ്റും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ ഈ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്തേക്ക് കയറ്റി ഇടാതിരിക്കുക. അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ പ്രദേശത്ത് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പുഴയിലുള്ള ഒരു തിരച്ചിൽ തന്നെയാണ്. ഏറ്റവും അപകടകരമായ രീതിയിലുള്ള ഒരു തിരച്ചിൽ തന്നെയാണ്. കുത്തൊഴുക്കാണ്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ശാന്തമായി ഒഴുകുമ്പോൾ പോലും അടിത്തട്ടിൽ കൃത്യമായ രീതിയിലേക്കുള്ള അല്ലെങ്കിൽ ഏറ്റവും അപകടകരമായ രീതിയിലേക്കുള്ള ഒഴുക്കാണ് അടിത്തട്ടിൽ ഉണ്ടാകുന്നത്. ഈ അടിത്തട്ടിൽ തന്നെയാണ് ഈ കരയോട് ചേർന്ന്, അതായത് 15 മീറ്റർ അല്ലെങ്കിൽ 20 മീറ്റർ ഇപ്പറേ ഈ ഒരു
ലോറി കണ്ടെത്തിയെന്ന് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും കർണാടക സർക്കാരും സ്ഥിരീകരിക്കുന്നത്. അവിടെ കൃത്യമായ രീതിയിലേക്ക് മണ്ണ് മാന്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഏറ്റവും അടിത്തട്ടിലെ മണ്ണ് മാറ്റുക എന്നതാണ് ഏറ്റവും ശ്രമകരമായ കാര്യം. അവിടെ സ്കൂബ ടീം അടക്കം അവിടെ എത്തി കൃത്യമായി ലോറിക്ക് അരികിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അടിത്തട്ടിലെ ഒഴുകുന്ന ജലം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. എന്തായാലും ലോറി ഈ മൺകൂനയ്ക്കും കരയ്ക്കും ഇടയിൽ നിൽക്കുന്നു എന്നുള്ള ഒരു നിർണായക വിവരം കൂടിയാണ് നമുക്ക് ഇപ്പോൾ തിരച്ചിൽ സംഘത്തിൽ നിന്നും ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ 15 അടി താഴ്ചയിലേക്ക് ഈ ലോറി എത്തിയിരിക്കുന്നു. അവിടെ കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ, മണ്ണ് മാറ്റിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു. നേരത്തെ രോഹിണി സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ സേനാ വിഭാഗങ്ങളുടെ ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനം അത് കായികപരമായും ശാസ്ത്രീയപരമായും നടത്തിയ ഏറ്റവും നിർണായകമായ ഒരു ഇടപെടൽ തന്നെയാണ്. അതിൽ ഒരു പ്രതിസന്ധി എല്ലാം തന്നെ മാറി മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ ഈ 9 ദിവസമായി അർജുനെ സ്നേഹിക്കുന്ന അർജുന്റെ കുടുംബത്തിനും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന കേരളത്തിനും ഏറ്റവും ശുഭകരമായ ഒരു വാർത്തയിലേക്ക് എത്താനായി സാധിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങളിലൂടെയാണ് ഇന്ന് മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പ്രദേശത്ത് മാത്രം തിരച്ചിൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും മണ്ണ് കൃത്യമായി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്തേക്ക് രക്ഷാപ്രവർത്തനം ഏകദേശം പൂർണ്ണമായും അവസാനിക്കേണ്ടതാണ്. പക്ഷേ ഇതിനിടയിൽ ലഭിച്ച ഒരു അതിശക്തമായ ഒരു മഴ തന്നെയാണ് ഇവിടെ വിലക്കുതടിയായി നിൽക്കുന്നത്. നമുക്കറിയാം, അതിശക്തമായ മഴ പെയ്യുന്നതാണ്. അതിനൊപ്പം തന്നെ കാറ്റ് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശങ്ങളടക്കം വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ സാധ്യത ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ സർക്കാരുമെല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തടക്കം നിൽക്കുന്ന ഏറെ അപകടകരമായ ഒരു സാധ്യത കൂടിയുണ്ട്. അത് ഒരു വലിയ വിലങ്ങുതടിയായി, അത് ഉദ്യോഗസ്ഥ സംഘത്തിനടക്കം വലിയ വിലങ്ങുതടിയായി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായി ഇടപെട്ട് മഴ പെയ്യുന്നു. അതോടൊപ്പം തന്നെ മണ്ണ് അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നു. ഇവിടെ തന്നെയാണ് ഒരു വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും കുത്തി ഒലിക്കുന്ന ഗംഗാവലി നദിയിലാണ് ഇപ്പോൾ സ്കൂബ ടീം അടക്കം NDRFന്റെ സംഘമടക്കം പരിശോധനയുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നതിലും മഴ മാറുന്ന ആ ഒരു സമയത്ത് തന്നെ കൂടുതൽ പരിശോധന നടത്തി എന്തായാലും രാത്രിയിലും ഈ രക്ഷാദൗത്യം തുടർന്നുകൊണ്ട് ഈ ലോറി കണ്ടെത്തി കരയ്ക്കെത്തിക്കാനുള്ള ഒരു അതിതീവ്രമായ ഒരു ശ്രമങ്ങൾ തന്നെ നടക്കുന്നു. എന്തായാലും ഊർജിതമായുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ, സ്ഥലം MLA അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തി തുടർ നടപടികളെ കുറിച്ച് വിശദമായി കൃത്യമായ ഒരു പ്ലാൻ അടക്കം തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. സ്കൂബ അടക്കം ഇവിടേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാത്തുന്നത്. മുങ്ങൽ വിദഗ്ധർക്ക് നദിയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. ജലനിരപ്പും വലിയ രീതിയിലുള്ള വെല്ലുവിളിയായി മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും കൃത്യമായ ഒരു നാവികസേന അടക്കം ഈ ഒരു സമയത്തും ഏറ്റവും വെല്ലുവിളികളൊക്കെ തന്നെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴും അതിശക്തമായ ഈ മഴയും അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും ഇവിടെയൊക്കെ തന്നെ പ്രതിസന്ധി തീർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇവിടെ നിലനിൽക്കുന്നു. NDRF കൂടുതൽ സംഘങ്ങളടക്കം ഇവിടെ എത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനകൾ നദിയിലടക്കം ഇപ്പോൾ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു പരിശോധന തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ സ്ഥലം കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകൾ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ കർണാടക സർക്കാരും SPയും എല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 9ാം നാളാണ് ഈ ദൗത്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കണ്ടെത്തൽ ഉണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വെല്ലുവിളിയായി അതിശക്തമായ മഴ തുടരുക തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തായാലും മഴ മാറി നിൽക്കുന്നതിനനുസരിച്ച് വലിയ രീതിയിലുള്ള തിരച്ചിൽ വീണ്ടും ഇന്ന് ആരംഭിക്കും എന്നാണ് ജില്ലാ ഭരണകൂടം അടക്കം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കുത്തിയൊലിച്ച് ഒഴുകുന്ന നദിയിൽ ഈ മുങ്ങൽ വിദഗ്ധർക്ക് അടക്കം ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ട്രക്ക് കണ്ടെത്തിയ സ്ഥലം മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെയും അതോടൊപ്പം തന്നെ MLAയും SPയും അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി കൃത്യമായ രീതിയിലുള്ള ഈ വിവിധ വകുപ്പുകളെ ഏകോപിച്ചുള്ള
കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 9ാം നാൾ അവസാന മണിക്കൂറുകളിലാണ് ഈ ഒരു നിർണായകമായ ഒരു വാർത്തയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇന്ന് രാത്രിയും തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ MLA അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലേക്കുള്ള ഒരു പരിശോധന നടത്തും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും കൃത്യമായ ഒരു പ്രവർത്തനം എന്തായാലും ഈ ഒരു അവസാന ഘട്ടത്തിലെങ്കിലും ഇങ്ങനെ ഒരു ഉണർന്നുള്ള ഒരു പ്രവർത്തനം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ഫലമായി വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ കേരളം ഈ ശുഭവാർത്ത കേൾക്കാനായി കാത്തിരിക്കുകയും ചെയ്യുകയാണ്. അർജുൻ തിരിച്ചെത്തും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ തന്നെ കുടുംബം കണ്ണീരോടെ പ്രാർത്ഥനയിലെല്ലാം തന്നെ ഈ ഒരു കോഴിക്കോട്ടെ വീട്ടിനുള്ളിൽ കഴിയുകയും ചെയ്യുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുടെ മണിക്കൂറുകളാണ് കടന്നു പോയിരിക്കുന്നത്. എന്തായാലും റോഡിൽ അടിഞ്ഞുകൂടിയ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തതിന് അതിനുശേഷമാണ് തുടർ സാധ്യതകളിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു മഴ എന്നതാണ് ഇവിടെ ഈ ഒരു നിർണായക സമയത്ത് ഏറ്റവും വലിയ വെല്ലുവിളിയായി തന്നെ നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു മഴ ഇപ്പോഴും നിർണായകമായ മണിക്കൂറുകളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇനി എത്രയും പെട്ടെന്ന് ട്രക്ക് പുറത്തെത്തിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഓരോരുത്തർക്കും മുന്നിലുള്ളത്.